നേരത്തെ എന്നോടൊപ്പം സംസാരിച്ചത് ഈ രണ്ട് വാർഡുകളിലെയും മുണ്ടക്കയിലെയും അട്ടമലയിലെയും ഒക്കെ വാർഡ് ജനപ്രതിനിധികളായിരുന്നു നൂറുദ്ദീനും സുകുമാരനും. അവർ രണ്ടുപേരും ഈ വിലാപയാത്രയ്ക്കൊപ്പം ഈ അന്ത്യയാത്രയ്ക്ക് ആയി അനുഗമിച്ചുകൊണ്ട് പുത്തുമലയിലെ ഈ വിശുദ്ധ സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്, പൊതു ശ്മശാനത്തിലേക്ക് യാത്രയാവുകയാണ്. അവർ ഇതിനെ അനുഗമിച്ചുകൊണ്ട് ഇതിനൊപ്പം ചേരും. പുത്തുമലയിൽ എല്ലാവരും എത്തിച്ചേരണം എന്നാണ് അവർ നേരത്തെ നിർദ്ദേശിച്ചത്. കാരണം ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് അവിടേക്ക് കൊണ്ടുപോകുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ നിന്ന് ആദ്യ ഉടലുകൾ പുറത്തേക്ക് എത്തിക്കുകയാണ്, ആദ്യ മൃതദേഹങ്ങൾ എത്തിക്കുകയാണ്. അതിനുശേഷം എല്ലാ ആചാരങ്ങളും അനുസരിച്ചുകൊണ്ട് ആ വിധത്തിൽ സംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുക എന്ന വിധത്തിലാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് സംസ്കാര കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അത് സംസ്കാരം എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥമായി തന്നെ മാറുന്നുമുണ്ട്. മനുഷ്യൻ അവൻ ആർജിത സംസ്കാരത്തിലൂടെ സ്വായത്തമാക്കിയ കാര്യങ്ങൾ ഓരോന്നായി ഒരു മടങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയോട് കാണിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഉപചാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് സ്വയം വിനയാന്വിതനാവുന്ന ഒരു കാഴ്ചയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അത് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ വലിയൊരു തിരക്ക് എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിനോട് ചേർന്നാണ് മേപ്പാടിയിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പുള്ളത്. ആ ക്യാമ്പിലുള്ളവർ സ്വാഭാവികമായും ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുക എന്നത് അവർ തന്നെ മാനസികമായ ഒരുപാട് ആഘാതങ്ങളിൽ നിന്നും പതിയെ മുക്തരായി വരുന്നതേ ഉള്ളൂ. ആ ഘട്ടത്തിൽ ആരെയും ഇവിടേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അതോടൊപ്പം ഇവിടേക്ക് കയറി വരുന്ന സഹായമെത്തിക്കുന്ന വണ്ടികൾ അതും അല്പസമയത്തിനകം അതും നിർത്തിവെക്കും. ഈ എല്ലാവരെയും പുത്തുമലയിലെ പൊതുശ്മശാനത്തിലേക്ക് പുതുതായി ഇപ്പോൾ രഘു വിവരിച്ച വിധത്തിലുള്ള ആ പൊതുശ്മശാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. ടി സിദ്ദിഖ് MLA ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ അതുപോലെ ജനപ്രതിനിധികൾ എല്ലാവരും ഓരോരുത്തരായി എത്തുന്നു. അങ്ങനെ ഈ പറയുന്നതിനപ്പുറത്ത് മാധു നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കാര്യങ്ങൾ. ഒരു ഉടലിൻ്റെ ഒരു കഷണം കിട്ടുമ്പോൾ അത് എൻ്റെ പ്രിയപ്പെട്ടവൻ്റേതാണ്, ഞാൻ കാത്തിരുന്ന മനുഷ്യൻ്റേതാണ് എന്ന ബോധ്യം ഓരോരുത്തർക്കുമുണ്ട്.